എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണം. അപ്പം ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അത് പരിഹരിച്ച് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈൻ വഴി ജ്യോതിഷ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ദക്ഷിണ എത്രയാണ്. ദക്ഷിണ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദക്ഷിണ തരിക നോക്കുന്നതിന്. ബാക്കി പൂജാതി കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാനത് പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ വീട്ടിൽ അടുക്കള, അതായത് അടുക്കളയിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളെല്ലാവരും വൈകുന്നേരം സമയത്ത് അടുക്കള വൃത്തിയാക്കിയിട്ട് കിടക്കുന്നവരാണ് ഭൂരിഭാഗം അമ്മമാരും ചേച്ചിമാരും ഒക്കെ. ചിലവരെന്നാൽ പാത്രങ്ങളൊക്കെ എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി ഇപ്പം വന്നപ്പം നേരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിയായി തന്നെ ഇരിക്കണം. നമ്മൾ ഒരു പെട്ടെന്ന് അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു വീട്ടിൽ ഒരാൾക്കാർ വരുമ്പം സ്ത്രീകളെ കൊണ്ടെങ്കിൽ ആദ്യം അടുക്കള വരും. അപ്പോൾ അടുക്കള അലങ്കോലമായിട്ട് കിടന്നാൽ ചിലവർ ആ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ മടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് പുരാതനപരമായ ആൾക്കാർ പറയുന്നത് മഹാലക്ഷ്മി അടുക്കളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അടുക്കള എപ്പോഴും വൃത്തിയായി തന്നെ ഇരിക്കുക. അപ്പോൾ അടുക്കളയിൽ ഒരിക്കലും ദാരിദ്ര്യ കാര്യങ്ങൾ വരാതിരിക്കാനും, അതായത് ആ കുടുംബത്തിലെ ഗ്രഹനാഥന് സാമ്പത്തിക നഷ്ടം വരാതെ പോകാനും സാമ്പത്തിക ലാഭം വരാനും നമ്മൾ അടുക്കളയിൽ 1-2 കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യങ്ങൾ ഉണ്ടാകില്ല. ദാരിദ്ര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമുക്ക് സമ്പത്ത് വേണം. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീടുപരമായ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ ചെയ്യേണ്ട രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മിറ്റവും വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയാണല്ലോ മിക്കവരും ചിലവർ അടുക്കളയിൽ കയറുന്നത്. പിന്നെ ചിലവർ രാവിലെ പോകുന്നതുകൊണ്ട് പലവർക്കും പല യുക്തിയാണ്. എന്ന് തന്നെ നമ്മൾ രാവിലെ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് തുളസി എടുത്ത വെള്ളം അടുക്കള ഒന്ന് ജസ്റ്റ് ഒന്ന് തൂക്കുക. ഇതിപ്പോൾ കുളിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്, കുളിക്കാതെ ചെയ്യുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസം പോലെ ചെയ്യുക, അത് യുക്തി പോലെ ചെയ്യുക. പക്ഷെ എന്തായാലും രാവിലെ ഒരു ഗ്ലാസ് തുളസി എടുക്കുക. രാവിലെ തുളസിയില പറിക്കുക. തുളസിയിലക്കകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ അടുക്കളയിലേക്കൊന്ന് തളിക്കുക. എന്നിട്ട് പാചകം തുടങ്ങാൻ നോക്കുക. അപ്പോൾ ചിലവർ ചോദിക്കും അവിടെ മീൻ വെച്ചത് ഇരിപ്പുണ്ടായില്ലെങ്കിൽ നോൺ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ അതിൽ കാര്യമില്ല. അത് നമുക്ക് കഴിക്കാനുള്ള ഇതിൽ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അടുക്കളയെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം എന്ത് ചെയ്യണം, തുളസി ഇട്ട വെള്ളം ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് അടുക്കളയിലേക്ക് ഒന്ന് തളിച്ചിട്ട് എന്നിട്ട് വേണം നമ്മൾ പാചക കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്യുന്നവരത്തേക്ക് ഒന്നും കൂടെ പോസിറ്റീവ് എനർജി അടുക്കളയിൽ കിട്ടാൻ വേണ്ടിയാണ്. ഒപ്പം തന്നെ നമ്മുടെ അടുക്കളയിൽ ശരിക്കും പറഞ്ഞാൽ ഉപ്പും മഞ്ഞളും അരി, ഈ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ അടുക്കളയുടെ വലതുവശത്ത് വെക്കുക. അതായത് ഉപ്പ്, മഞ്ഞൾ, അരി, ഈ 3 സംഭവങ്ങൾ ഒരേ ടിന്നിനകത്ത്. ടിന്നിപ്പോൾ പലതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ വലതുവശത്ത് വെക്കുക. അടുക്കളയുടെ വലതുവശത്ത് വെക്കുക. അടുപ്പിൻ്റെ സൈഡിലൊന്നും വെച്ച് തീ കത്തി ഇതൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുകയും ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് നമ്മുടെ അടുക്കളയിൽ, അതായത് ഈ പറഞ്ഞ പോലെ 3 കാര്യം വെച്ച്, അതായത് ഉപ്പ്, മഞ്ഞൾ, അരി അടുക്കളയുടെ വലതുവശത്ത് വെച്ച്, അടുത്ത കാര്യമായിട്ട് ഒരു ചുമന്ന പട്ടെടുക്കുക. ചുമന്ന പട്ടിനകത്ത് നമ്മൾ ഒരു 5 മഞ്ഞൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നല്ലപോലെ ഒന്ന് കിഴി കെട്ടിയിട്ട് നമ്മുടെ അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിക്ഷേപിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ മൂലയെന്ന് ഉദ്ദേശിക്കുന്നത് വടക്ക് പടിഞ്ഞാറ് മൂലയെ വെക്കുക. അതായത് വടക്ക് പടിഞ്ഞാറ് മൂല, മലയാളത്തിൽ പറയുകയാണെങ്കിൽ കന്നിമൂല ഭാഗത്ത്. അതായത് നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലും ഷെൽഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കുക. അത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി മൂലയാണ് സങ്കല്പിക്കുന്നത്, ഗണപതി മൂലയെന്നും പറയും. അപ്പോൾ അത് നമുക്ക് അടുക്കളയിൽ ഐശ്വര്യ കാര്യങ്ങൾ വരാൻ വേണ്ടിയുള്ള എനർജിക്പരമായുള്ള കാര്യത്തിനാണ് ഞാനിത് പറയുന്നത്. മഞ്ഞൾ ചുമന്ന പട്ടിനകത്ത് 3-5 മഞ്ഞൾ ചുമന്ന പട്ടിനകത്ത് നമ്മൾ കന്യമൂലയിൽ വെക്കുക. അതായത് അടുക്കളയുടെ ആ ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുക്കളയുടെ മൂലഭാഗത്ത് തെക്ക് പടിഞ്ഞാറുള്ള മൂലയിൽ ഷെൽഫിൻ്റെ പുറത്ത് വല്ലതും വെച്ചാൽ മതി. ഇതിങ്ങനെ കെട്ടിവെക്കുക. ഇതിങ്ങനെ കെട്ടിവെക്കുന്നത് കൊണ്ട് പോസിറ്റീവ് എനർജി കൂടുകയും ഗ്രഹനാഥന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും.
പിന്നെ വേറെ എനിക്കൊരു കാര്യം പറഞ്ഞാൽ അത് അവിടുത്തെ ഗ്രഹനാഥൻ ഈ പറയുന്ന പണിക്കും ജോലിക്കും ആ വീട്ടിലെ ആൾക്കാർ പോകാതിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് പൈസ വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാവരും ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ എത്ര യന്ത്രങ്ങൾ വെച്ചാൽ എത്ര പൂജകളും ചെയ്താലും നമുക്ക് പൈസ കിട്ടത്തില്ല. പിന്നെ നമ്മളെ ഈശ്വരൻ്റെ രീതി വെച്ചിട്ട് നമ്മൾ ഈ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ വരാതെ ആ വീട്ടിൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും ദാരിദ്ര്യ ദുഃഖം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഭക്തജനങ്ങൾക്ക് തരുന്നിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ അടുക്കളയിൽ വെക്കുവാണെങ്കിൽ അടുക്കള ഒരിക്കലും ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകില്ല. അവിടുത്തെ ജോലിയുള്ളവർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. സാലറി കിട്ടുന്ന സമയത്ത് അനാവശ്യമായ ചിലവുകൾ ഉണ്ടാകത്തില്ല. അതായത് നമ്മുടെ അടുക്കളയിലെ സാധനങ്ങൾ തീരുന്നിപ്പുറം നമുക്ക് അടുത്ത സാധനങ്ങൾ മേടിക്കാനുള്ള സമ്പത്ത് ഉണ്ടാകുകയും ചെയ്യും. ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകില്ല. ഐശ്വര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ അടുക്കളയിൽ ചെയ്യുവാണെങ്കിൽ സാമ്പത്തിക ലാഭം വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ അറിയാമെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് വിളിക്കുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. ഫോൺ വിളിച്ചാൽ എടുക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്.